കോവിഡ് എന്നൊരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ സാധാ വിഷയങ്ങൾ പഠിക്കുന്ന, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം പഠിക്കുന്നു. പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ നടത്തി വന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ നമ്മളെ പിന്തുണച്ചത്. നന്നായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ചെറിയ നാരങ്ങ മിഠായിയോ കപ്പലണ്ടി മിഠായിയോ ഒക്കെ വാങ്ങി നൽകാവുന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നാടായ മീനാങ്കലിൻ്റെ ഇങ്കയാണ് നമ്മൾ അതിനായിട്ട് ചൂസ് ചെയ്തത്. നമസ്കാരം, എൻ്റെ പേര് അഭിരാമി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമമായ മീനാങ്കലയിൽ താമസിക്കുന്നു. നിങ്ങളിൽ ചിലർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ ബാക്കി 3 പെൺസുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ഒരു കൂട്ടായ്മ, അതായത് കുട്ടികളുടെ ചർച്ചാവേദി, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. നമ്മുടെ ജില്ലയിൽ നിന്നും മറ്റ് അനവധി ജില്ലകളിലേക്ക്, അതായത് കേരളത്തിലെ മറ്റ് അനവധി ജില്ലകളിലേക്ക് വ്യാപിച്ച് അതൊരു വലിയൊരു കൂട്ടായ്മയായി രൂപപ്പെട്ടിരുന്നു. ആ സമയത്ത് കൊറോണ കാലത്ത് എല്ലാം അടച്ചു മൂടപ്പെട്ട് പ്രത്യേകിച്ച് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തതെന്നാണ് ഒരു കുട്ടിയെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, യഥാർത്ഥത്തിൽ നമ്മൾ 4 പെൺസുഹൃത്തുക്കൾക്കിടയിൽ തന്നെയാണ് ആദ്യം ആ ചർച്ച രൂപപ്പെട്ട് വന്നത്. പിന്നീട് നമ്മൾ ആലോചിച്ചു, നമ്മുടെ സ്കൂളിൽ മുൻപ് നടത്തിയിരുന്ന സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ കീഴിൽ നടത്തിയിരുന്ന ആ ചർച്ചകളും പ്രതിവാര ചർച്ചയും പ്രത്യേകിച്ച് ഉച്ചഭക്ഷണ ചർച്ചകളും നമ്മളുടെ സ്വാധീനിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ 4 പേര് ഇതെങ്ങനെ വിപുലീകരിക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ചിങ്ങമാസം നവോത്ഥാന മാസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ചർച്ച ഓൺലൈനിൽ വയ്ക്കുകയുണ്ടായി. ചിങ്ങം 1-നാണ് നമ്മൾ ആ ചർച്ച സംഘടിപ്പിച്ചത്. അതിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അൻവർ അലി സാറും അനിത തമ്പി മാമുമാണ്. നമ്മൾ അന്ന് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന സബ്ജക്റ്റിലാണ് ചർച്ച നടത്തിയത്. ഗസ്റ്റായിട്ട് വന്ന അവർ 2 പേരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു. എങ്ങനെ ഒരു ഓൺലൈൻ ചർച്ചാവേദി നമുക്ക് ഒരു നല്ല സംഘാടകരാകാം എന്നും കൂടി പറഞ്ഞു തന്നു. ചർച്ച നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ നമുക്ക് നല്ലൊരു ഗൈഡൻസ് തന്നിരുന്നു. 2 പേരും, അൻവർ അലി സാറും അനിത തമ്പി മാമും. ഈ അവസരത്തിൽ ഞാൻ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരുപാട് സ്നേഹം. അവസാനമായിട്ട് നമ്മൾ ചെയ്ത 2 ചർച്ചകളെന്ന് പറയുന്നത് മലയാള ഭാഷയിൽ അച്ചടിയുടെ 200ാം വർഷവും പിന്നെ മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ 20 വർഷവും. ഇതിന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അനിവർ അരവിന്ദ് സാറും PK രാജശേഖരൻ സാറുമാണ്. അന്ന് നമ്മൾ നടത്തിയ ചർച്ചകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കേൾക്കുക. നമ്മുടെ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവസാനമായിട്ട് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ആന്റൺ ചെക്കോവിൻ്റെ റഷ്യൻ ഭാഷയിലെ പരി എന്ന പേരിലുള്ള ഒരു പുസ്തകം, അത് നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഓൺലൈൻ പകർപ്പ് ഇറക്കാമെന്ന് വിചാരിച്ചു. അതിന് നമ്മളോടെ കൂടെ ഉണ്ടായിരുന്നത് VR സന്തോഷ് സാറാണ്. സാറിൻ്റെ നേതൃത്വത്തിൽ സാറ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാസർഗോഡൻ വാക്കായ പള് എന്ന പേരിൽ നമ്മൾ ആന്റൺ ചെക്കോവിൻ്റെ പരി എന്ന റഷ്യൻ പുസ്തകം അതിൻ്റെ മലയാളം പകർപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഡിജിറ്റൽ പതിപ്പും കൂടെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഒരുപാട് ജില്ലയിൽ ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. അതോടൊപ്പം ഓൺലൈൻ പകർപ്പ് പുസ്തകത്തിൻ്റെ എടുത്ത് വായിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ പ്രവർത്തനം നിർത്തിപ്പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാവരിലേക്കും എത്തിയത്, ഈ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയും എല്ലാവരിലേക്കും എത്തിയത്. അതിന് നമ്മളോടൊപ്പം വളരെ സഹകരിച്ച KR മീര, PK സുധി എന്നീ മലയാള സാഹിത്യത്തിലെ പ്രശസ്തരായ എഴുത്തുകാരാണ്. അവർക്ക് ഞാൻ ഈ നിമിഷത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് ഒരു പബ്ലിക്കേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ക പബ്ലിക്കേഷൻസ് എന്ന് പേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നാടായ മീനാങ്കലിൻ്റെ ഇങ്കയാണ് നമ്മൾ അതിനായിട്ട് ചൂസ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കോവിഡാനന്തരം എന്ന ടൈറ്റിലിൽ 2 പുസ്തകങ്ങളാണ് പുറത്തിറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിലാദ്യത്തേത് പള് എന്ന നമ്മൾ ഓൺലൈൻ പതിപ്പിറക്കിയ അതേ പുസ്തകം തന്നെയാണ്. രണ്ടാമത്തേത് മറ്റൊരു സ്കൂളിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് ചെയ്തു വന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ തയ്യാറാക്കിയ ഒരു പുസ്തകം, അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും ഈ പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ഒരു വിദ്യാലയത്തിലോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലോ സംഭാവന ചെയ്യാവുന്നതാണ്.
അതോടൊപ്പം സംഭാവന ചെയ്യുന്നത് മാത്രമല്ല, അത് മാക്സിമം കുട്ടികളും വായിക്കുന്നുണ്ടോ എന്നും കൂടെ ഉറപ്പുവരുത്തുക. നന്നായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ചെറിയ നാരങ്ങ മിഠായിയോ കപ്പലണ്ടി മിഠായിയോ ഒക്കെ വാങ്ങി നൽകാവുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്കും അതൊരു പ്രചോദനകരമായിരിക്കും വായിക്കാനും മറ്റും. കോവിഡ് എന്നൊരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നമ്മൾ സാധാ വിഷയങ്ങൾ പഠിക്കുന്ന, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം പഠിക്കുന്നു. പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ നടത്തി വന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ നമ്മളെ പിന്തുണച്ചത്. അതുകൊണ്ട് ഈ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പഠനത്തോടൊപ്പം എല്ലാ ആക്ടിവിറ്റീസിലും കുട്ടികൾ ജോയിൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.